CSR ഫണ്ടിന്റെ പേരിലുള്ള ഓഫർ തട്ടിപ്പിൽ പ്രതി അനന്തു കൃഷ്ണനെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മൂവാറ്റുപുഴ കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. സന്നദ്ധ സംഘടനകളുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കിയതെന്നും സത്യം പുറത്തുവരുമെന്നും അനന്തകൃഷ്ണൻ മീഡിയയോട് പറഞ്ഞു. SS ശരൺ വിവരങ്ങളുമായി ചേരുന്നു. ശരൺ, ഇനി അനന്തകൃഷ്ണൻ എന്താണ് ചെയ്യുക പോലീസ്? വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് മൂവാറ്റുപുഴ കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. കഴിഞ്ഞ മണിക്കൂറിൽ അത് പരിഗണിക്കുകയും അങ്ങനെ പ്രതി അനന്തകൃഷ്ണനെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അജിംസ്, ഇനിയുള്ളത് പല കാര്യങ്ങളിലും വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. പോലീസിനെ സംബന്ധിച്ച് ഇതിനകം തന്നെ ഈ പ്രതി അനന്തകൃഷ്ണന്റെ പേരിലുള്ളത് 19 ബാങ്ക് അക്കൗണ്ടുകളാണെന്ന് കണ്ടെത്തുകയും ഈ 19 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ 450 കോടിയോളം രൂപ ഇത്തരത്തിൽ ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ 3 കോടി മാത്രമാണ് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി തുകയെല്ലാം തന്നെ പലയിടങ്ങളിലായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പണം ഉപയോഗിച്ചു എന്നുള്ളത് പോലീസ് ഈ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ വ്യക്തത വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഈ പ്രതി അനന്തകൃഷ്ണനൊപ്പമുള്ള കൂട്ടുപ്രതികൾ ആരൊക്കെയാണെന്നുള്ളത്, അതായത് നിലവിൽ ഒരാൾ മാത്രമാണ് ഈ മൂവാറ്റുപുഴ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. മറ്റ് ആരൊക്കെ ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. നേരത്തെ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാനായ അനന്തകുമാറിൻ്റെ പേരും ഉയർന്നു കേട്ടിരുന്നതാണ്. ഇയാൾ ട്രസ്റ്റ് അംഗം കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനും ഈ കേസിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം വ്യക്തത വരുത്തുന്നുള്ള ചോദ്യം ചെയ്യലാണ് ഇനിയുള്ള മണിക്കൂറുകൾ നടക്കുക. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് തുടക്കത്തിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്ന ഒരു കേസ് കൂടിയാണ്. ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ പണം തട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ചെറിയ ഒരു തുക മാത്രമാണ്, അതായത് 3 കോടി എന്നുള്ള തുക മാത്രമാണ് കണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ബാക്കി തുകയുടെ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ചില മറ്റു വിവരങ്ങൾ കൂടി നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ തട്ടിയെടുത്ത പണത്തിൻ്റെ ഒരു പങ്ക് സഹോദരൻ്റെയും സഹോദരി ഭർത്താവിൻ്റെയും പേരിൽ ഭൂമി വാങ്ങാൻ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെ അത് എവിടേക്കാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള പോലീസ് അന്വേഷണം തുടരുകയാണ്. ഒപ്പം തന്നെ അനന്തകൃഷ്ണന്റെ പേരിലുള്ള 3 വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനോവ ക്രിസ്റ്റ അടക്കമുള്ള 3 കാറുകളാണ് കസ്റ്റഡി എടുത്തിരിക്കുന്നത്. ഈ കാറുകൾ ഈ തട്ടിപ്പിലൂടെ നേടിയ പണം കൊണ്ട് വാങ്ങിയതാണ് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ ഇടുക്കിയിലെ പലയിടങ്ങളിലായിട്ട് ഭൂസ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ സ്ഥലങ്ങളും പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് കൂടി പോലീസ് കടക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം കൂടി വരാനുണ്ട്. അത് ഇതിനകം തന്നെ തീരുമാനമെടുത്താണ്, പക്ഷെ അത് ഉത്തരവായി ഇറങ്ങേണ്ടതുണ്ട്. അതായത് ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ്. ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് ഇത് വിടുമെന്നുള്ള, ക്രൈംബ്രാഞ്ചിന് വിടുമെന്നുള്ള ഒരു സൂചന കൂടി ലഭ്യമാകുന്നുണ്ട്.